നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വിധി പ്രകാരമുള്ള കിസാസ് അഥവാ പ്രതികാര നടപടി ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ, മാപ്പ് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുന്നത്. രണ്ടു തരം ആളുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്നുള്ളത് നിമിഷ പ്രിയ ഈ വധശിക്ഷയ്ക്ക് അർഹയാണെന്നും അവർക്ക് മാപ്പ് കൊടുക്കേണ്ടതില്ലെന്നുമാണ്. മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് തെറ്റായ നിയമമാണെന്നും അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നതാണെന്നുമാണ്. ഏതായാലും ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കിസാസുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അഥവാ മദീന പള്ളിയിൽ സുബഹി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തെ ഒരു അക്രമി പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു. കൂടെ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്ന 13ഓളം വിശ്വാസികൾക്കും ഈ സംഭവത്തിൽ കുത്തേറ്റു. അതിൽ 6ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു കുറ്റകൃത്യം നടത്തിയയാൾ അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനായി അവിടെ എത്തിയയാൾ പിന്നീട് സ്വയം മുറിവേൽപ്പിച്ച് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഇസ്ലാമിക ഒരു ഭരണകൂടം നിലനിൽക്കുന്ന ഒരു സംഭവത്തിൽ അവിടുത്തെ ഖലീഫയെ തന്നെ വകവരുത്തിയ ആളെ ഇസ്ലാമിക ഭരണകൂടം കിസാസ് അഥവാ പ്രതികാര നടപടി ചെയ്യുമെന്ന്, ശിക്ഷിക്കുമെന്ന് ഉറപ്പാണ്. ഈ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിക ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെ ഇസ്ലാമിക ഭരണകൂടം പിടികൂടി ശിക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ഉബൈദുള്ള 3 അക്രമകാരികളെ അഥവാ ഈ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുകയും ചെയ്ത 3ഓളം ആളുകളെ ഉബൈദുള്ള കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവത്തിന് ശേഷം 3ആം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ആദ്യത്തെ കേസും ഈ ഒരു സംഭവമായിരുന്നു. അഥവാ ഉബൈദുള്ള നടത്തിയ ഈ ഒരു പ്രതികാരം എന്നുള്ളത്. നിലവിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിലുണ്ടായിരിക്കെ സ്വന്തം നിലക്ക് ആയുധമെടുത്ത് ആ ഭരണകൂടത്തിന് കീഴിൽ നിന്നും പ്രവർത്തിക്കാതെ സ്വന്തം നിലക്ക് ഈ ഒരു പ്രതികാര നടപടി നിർവഹിച്ച ഉബൈദുള്ള ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരനാവുകയാണ് ചെയ്തത്. എന്നാൽ മുൻ ഖലീഫയായ ഉമർ റളിയല്ലാഹുവിന്റെ മകനായ ഉബൈദുള്ളയെ ശിക്ഷിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ വിഷമം തോന്നി. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കണമെന്നും വളരെ കണിശമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യക്കാരായിരുന്നു. അഥവാ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്താലും അവർക്ക് അനുസൃതമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ വാദിച്ചിരുന്നത്. എന്നാൽ തന്റെ കയ്യിൽ നിന്നും വലിയൊരു സമ്പാദ്യം, അതായത് വലിയൊരു തുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം സമ്പത്ത് കയ്യിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും വളരെ വലിയൊരു തുക അദ്ദേഹം ബ്ലഡ് മണിയായി നൽകാൻ തയ്യാറായിരുന്നു, അഥവാ ഉബൈദുള്ളയ്ക്ക് വേണ്ടി. പക്ഷേ അത് ഏറ്റുവാങ്ങാൻ പൊതുസമൂഹത്തിൽ നിന്നും അങ്ങനെ ആരും തയ്യാറായില്ല. പിന്നീട് ആ പണം പൊതുഖജനാവിലേക്ക് അടപ്പിക്കുകയാണ് ചെയ്തത്, അഥവാ പൊതുഖജനാവിലേക്കാണ് ആ പണം അടച്ചത്. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിസാസുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമായിട്ടാണ് പറയപ്പെടുന്നത്. അഥവാ നമ്മൾ കിസാസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നിയമപ്രക്രിയ ഉണ്ടാവണമെന്നുള്ള ഒരു ചരിത്ര സംഭവത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കുറ്റകൃത്യം ആര് ചെയ്താലും, പ്രതികാര നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവിടെ ഒരു നിലവിൽ ഒരു ഭരണകൂടമുള്ള സ്ഥിതിക്ക് ആ ഭരണകൂടത്തിനാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിനിടയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിക്രിയകൾ ചെയ്താൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ശക്തമായ ശാസനയാണ് ഇത് അനുവർത്തിക്കുന്നുള്ളത്. അഥവാ ഒരു ശക്തമായ കുറ്റകൃത്യത്തിൽ ആര് പങ്കാളികളായും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ചരിത്രപരമായ സംഭവമായിട്ടാണ് ഇത് ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു കാര്യം എന്നുള്ളത്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നീതി നടപ്പിലാക്കൽ എന്നുള്ളത് അതിന്റെ അടിസ്ഥാന തത്വമാണ്. ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്കടക്കം അവർക്ക് അർഹമായ നീതി നടപ്പിലാക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യവുമാണ്. ഈ ഒരു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത്തരത്തിലാണ്. നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുമ്പോൾ ഇത്തരമൊരു ഇസ്ലാമിക ചരിത്രം കൂടി നമ്മൾ പറയണമെന്ന് തോന്നി. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് അമാനത്താണ്. ഏത് ദുർഘടമായ സാഹചര്യത്തിലും നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്നാണ് ഇസ്ലാമിക വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നുള്ളത്. അഥവാ നീതി നിർവഹണത്തിൽ ദുർബലരും ശക്തരുമില്ല.
വിശ്വാസികളും അവിശ്വാസികളുമില്ല, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമില്ല. ഏത് ദുർഘടമായ സാഹചര്യത്തിലും അനീതിയുടെ കൊടികുത്തികൾ വാഴലുകൾ ലോകത്തെമ്പാടും ഉണ്ടാകുമ്പോഴും നീതി പുനഃസ്ഥാപിക്കലാണ് യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്നുള്ളത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഇത്തരം ഒരു നീതി നിർവഹണമാണ്. അവിടെ ദുർബലരും ശക്തരുമില്ല, പാവപ്പെട്ടവനും പണക്കാരനുമില്ല, ശക്തനും ദുർബലനുമില്ല, അധികാരവർഗവും മറ്റു പ്രമാണിത്ത വർഗവും സാധാരണക്കാരുമില്ല. പൂർണ്ണമായിട്ടുമുള്ള നീതി തന്നെയാണ് ഇസ്ലാമിൽ വിഭാവനം ചെയ്യുന്നുള്ളത്.